ഇതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന എനർജി റീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്ക്. തട്ടിക്കൂട്ടിയെടുത്ത് ഈ ഒരു സാധനം കൊണ്ട് എനർജി കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എനർജി കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അത് കൺട്രോൾ പരിധിയിൽ വരുത്താനുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. എൻ്റെ ഉള്ളിലുള്ള എനർജി ഏതാണെന്ന് ഇതുകൊണ്ട് കണ്ടെത്തുന്നത്. ഇപ്പോൾ നെഗറ്റീവാണ് നിൽക്കുന്നത്. താങ്കളെ എക്യുപ്മെന്റ് എടുത്ത് എനിക്ക് നേരെ നീട്ടിയിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് ഒരു നോട്ടുന്നു. ഞാൻ ഒന്ന് നോക്കി ഒന്ന് മാക്സിമം പിടിച്ചു നിൽക്കാൻ, അതിലേക്ക് തന്നെ നോക്കി നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷെ കയ്യിൽ പോയിട്ട് അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വേണു ഇടയത്ത്. വേണിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. വേണിച്ചേട്ടൻ്റെ നമ്പർ ചോദിച്ച് എൻ്റെ ഫോണുകളിലേക്ക് വരുന്ന കോളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. നന്നായി. പക്ഷേ ഈ ചിലർ എന്നെ വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ചോദിക്കുന്നതിന് മുമ്പ് അവരുടെ അനുഭവങ്ങൾ പറയുന്നു. നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തി തന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ തമ്മിലിരിക്കുന്നത്. നമ്മുടെ വീഡിയോകൾക്ക് വന്ന കുറേ കമൻറ്റുകളും കുറേ സാധാരണക്കാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും അതാണ് എനിക്കിന്ന് വേണുചേട്ടനോട് ചോദിക്കാറുള്ളത്. വേണുചേട്ടൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഈ നെഗറ്റീവ് എനർജികളെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അവയെക്കുറിച്ച് താങ്കളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവരുടെ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു എനർജി ഭൂമിയിൽ നിലനിർത്തുന്നുണ്ട്. അവ എന്നാണ് ഇല്ലാണ്ടാകുന്നത്? ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്നുണ്ട്. മരണപ്പെടാതിരിക്കാൻ പറ്റില്ല. മരിക്കുന്ന സമയം എന്താണ് ശരീരത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ജീവനെന്ന് പറയുന്നതും പ്രാണനെന്ന് പറയുന്നതും ആത്മാവെന്ന് പറയുന്ന ഒരു സത്ത്. ആ സത്ത് ഭൂമിയിൽ തന്നെ ഉണ്ടാവും ഒരു പരിധി വരെ. അടുത്ത് അവർക്കൊരു പുനർജന്മം, ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അടുത്തൊരു പുനർജന്മം ഉണ്ടെങ്കിൽ അയാൾ അടുത്ത് ജനിച്ചിരിക്കും. പുനർജന്മം കിട്ടാനായി ലേറ്റാവാറുണ്ട്. അതായത് ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒരു ഫലം അനുസരിച്ചാണ് നമുക്കൊരു ജന്മം പെട്ടെന്ന് കിട്ടുന്നതും നല്ലത് കിട്ടുന്നതും ഒക്കെ. അതിനെ ബേസ് ചെയ്താണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഒരാൾ ജനിക്കുന്നു, അദ്ദേഹം മരിക്കുന്നു, ശരീരം പഞ്ചഭൂതങ്ങളിലോ മണ്ണിലോ അലിഞ്ഞു ചേരുന്നു, ശേഷം ബാക്കിയാകുന്ന ആത്മാവ് വീണ്ടും മറ്റൊരു ശരീരത്തിൽ പുനർജനിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആഗ്രഹങ്ങൾ വിട്ടുമാറാതെയാണ് ഇവരെല്ലാം മരിക്കുന്നത്. ഇതിൽ അപൂർവം യോഗിമാരെ പോലെയുള്ള ശുദ്ധാത്മാക്കളുണ്ട്. അവരാണ് തിരിച്ച് ശരീരം എടുക്കാതെ വരുന്നത്. അവർ ലാസ്റ്റ് ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്നാണ് പറയാനുള്ള. യോഗിവര്യന്മാർ ഇക്കാലത്തും ഉണ്ടോ? ഇക്കാലത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. നമുക്കത് കണ്ടെത്താൻ വലിയ പാടാണ്. ഞാൻ ഒരു സംശയമാണ് ഇങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന സംശയം. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കുന്നു. 99-ാം വയസ്സിൽ അവറാച്ചൻ എന്ന് പറയുന്ന ബ്ലേഡ് വലിച്ചക്കാരൻ 5 വർഷം ശയ്യാവലംബനായി കിടന്നതിന് ശേഷം മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ച് നാട്ടിൽ അത്യാവശ്യം പട്ടിപ്പലിശയ്ക്കൊക്കെ വാങ്ങി കൊടുത്ത് ക്രൂരനായി കഴിഞ്ഞൊരു മനുഷ്യൻ. ഞാൻ ഉദാഹരണമാണ്, ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. 5 വർഷം ശയ്യാവലംബനായി കിടക്കുമ്പോൾ അദ്ദേഹം പോലും മനസ്സിലാഗ്രഹിക്കണം, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. കുടുംബം പോലും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അയാളുടെ ജീവിതത്തിലെ സകല ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച ശേഷം ഉണ്ടാകുന്ന മരണം. അങ്ങനെ ഒരാളുടെ ആത്മാവ് വീണ്ടും പുനർജനിക്കും. ജനിച്ചേ പറ്റൂ. കാരണം ഈ പലിശ കൊടുക്കലും വാങ്ങലിലും ഒരുപാട് ആൾക്കാരുടെ വേദനകൾ ഏറ്റുവാങ്ങിയിട്ടാണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് തീർക്കാൻ തന്നെ വേണം. പുനർജന്മത്തിലും വീണ്ടും അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ പുനർജന്മത്തിൽ ഇയാൾ ഇരിക്കുന്നത് ദരിദ്രനായിട്ടായിരിക്കും, പറയാൻ പറ്റില്ല. നല്ലവനായ ഒരാളായിട്ട് ജനിച്ചാൽ, അങ്ങനെ ജനിക്കണമെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു പുണ്യം അതിൽ ചെയ്തിരിക്കണം. ചിലർ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില ആളുകൾ നല്ല രീതിയിൽ ജീവിച്ച ആളുകൾ മരണപ്പെടുമ്പോൾ ഇത് മുൻജന്മ പാപമാണ്, മുൻജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ. മരണത്തിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ മരിക്കും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരും. പക്ഷേ മരണത്തിൻ്റെ അവസ്ഥകളാണ്. ഒന്ന്, ഈ ആരോഗ്യമുള്ള വ്യക്തി പെട്ടെന്ന് സുഖമില്ലാതാകുകയും
പാരാലിസിസ് പിടിച്ച് കിടന്ന് മരിക്കുകയും അയാൾക്കും ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഈ ജന്മവും കഴിഞ്ഞ ജന്മവും ചെയ്തിട്ടുള്ള പാവത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. നോവലുകളിലും സിനിമകളിലും ഒക്കെ കാണുന്നത് മതചിഹ്നങ്ങൾ കാട്ടുമ്പോൾ, കുരിശു കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം ഓതി ഒഴിക്കുമ്പോൾ, മന്ത്രം ജപിച്ച് വെള്ളം ഒഴിക്കുമ്പോൾ പ്രേതാത്മാക്കൾ പേടിച്ച് ഭയന്ന് ഓടിമറയും എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ദൈവസങ്കല്പങ്ങൾ വലുതാണ്, വിശ്വാസങ്ങൾ, അവരിൽ തന്നെ ചില വിശ്വാസങ്ങൾ, അടിയുറച്ച വിശ്വാസങ്ങളുണ്ടാവും, പള്ളിയിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും. അപ്പോൾ അതാത് മത ആചാരങ്ങളിൽപ്പെട്ട ആൾക്കാർ മരിക്കുന്ന സമയത്ത് ചില ആചാര്യന്മാർ അല്ലെങ്കിൽ ചില മന്ത്രവാദികളോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ അത്തരം എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിക്കും. സാധ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം അങ്ങനെ സാധ്യമാവണമെന്നില്ല. എല്ലാം കാരണം ഇതിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ശാസനയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ശാസന തന്നെയാണത്. അതിനെ ശാസിച്ച് അതിനെ കൺട്രോളിൽ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആളിൻ്റെ കപ്പാസിറ്റിയും കൂടെ അനുസരിച്ചിരിക്കും. ചെയ്യുന്ന ആളിന് അതിൻ്റേതായ ഒരു പവർ ഉണ്ടെങ്കിൽ, ആ ഒരു എനർജി പവർ ഉണ്ടെങ്കിൽ മറ്റൊരു എനർജിയെ നമുക്ക് ഒരു കമാൻഡിങ് പവർ ആണോ അവിടെ? ആ കമാൻഡിങ് പവർ ഉണ്ടെങ്കിൽ, അതായത് ഒരു 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ ഭീമാകാരനായ ആനയെ മെരുക്കുന്നത് പോലെ. ഇപ്പോൾ ഭീമനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ചങ്കൂറ്റുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. രക്തം കണ്ടു കഴിഞ്ഞാൽ ബോധം കെട്ടി വീഴും ചില ആൾക്കാർ. ചില ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചങ്കൂറ്റമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശരീരം എന്ന് പറഞ്ഞാൽ വീടാണ്, ഇതിലിരിക്കുന്ന ആത്മാവ് പ്രാണൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുരുഷനാണെന്ന് വയ്ക്കുക, ആ ഗ്രഹനാഥൻ എന്ന് വിചാരിക്കുക. ആ ഗ്രഹനാഥന് 2-3 പെമ്മക്കളുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഗ്രഹനാഥൻ അജാനഭാവമായിട്ടുള്ള ഒരു ഗ്രഹനാഥനാണ്. പക്ഷേ ആ ഗ്രഹനാഥന് ഒരു ബലമില്ലെങ്കിൽ വഴിയെ പോണ ആൾക്കാരെല്ലാം ആ വീട്ടിൽ ഉറപ്പായും അറ്റാക്ക് ചെയ്യും. ആ ബലമുണ്ടെങ്കിൽ ഇത്രയും ശരീരമൊന്നും വേണ്ട, ഒറ്റ ശബ്ദം മതി. ഈ മരിച്ചവരുടെയൊക്കെ ആത്മാക്കൾ പുനർജനിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഗതി കിട്ടാതെ അലയുന്നുണ്ട്, ഈ വാദങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ റൂമിനുള്ളിൽ 5 പേരാണുള്ളത്. നമ്മളെ കൂടാതെ മറ്റാരെങ്കിലും ഈ റൂമിനുള്ളിലുണ്ടാവും? 100% ഉണ്ടായിരിക്കും. അവരിതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കുമോ? അവർക്കതറിയാൻ കഴിയും. ആത്മാവിന് മനുഷ്യനുള്ളതുപോലെ കേൾവി ശക്തി, സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് അവർക്ക്, അറിയാനുള്ള കഴിവ്. ഈ അന്ധന്മാരെ പോലെ, ഈ അന്ധന്മാരെന്ന് പറയുമ്പോഴത്തേക്കും ഈ കണ്ണ് കേൾക്കാത്ത, ചെവി കേൾക്കാത്ത, ഈ നമ്മൾ നോർമലായിരിക്കുന്ന വ്യക്തിയെക്കാളും ഭയങ്കര ക്ലിയറാണ് അവർക്ക്, അല്ലേ? അവർ ലോട്ടറി ടിക്കറ്റ് കൊണ്ടു കൊടുക്കുമ്പോൾ അത് ലോട്ടറി ടിക്കറ്റാണോ വെള്ള പേപ്പറാണോ എന്ന് അവർ ടച്ച് ചെയ്തിട്ട് അവർക്ക് പറയാൻ പറ്റും. പക്ഷേ നമുക്ക് പറ്റുമോ? ഇല്ല. അതിനകത്ത് നോട്ടിലൊക്കെ പിന്നെ അത് അതെ, ഒരു 100ൻ്റെ നോട്ടും ഒരു 50ൻ്റെ നോട്ടും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ടച്ച് ചെയ്താൽ മാത്രം അവർക്ക് അറിയാൻ പറ്റും. നമ്മളത് അവരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനും അപ്പുറം കഴിവുണ്ടാവും. കാഴ്ചയിൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു, അതിനെ കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. സ്മെല് ചെയ്യാൻ പറ്റുമോ? നമുക്ക് മണത്തറിയാൻ പറ്റുമോ? അത് ആത്മാവിൻ്റെതാണ്, ഈ നെഗറ്റീവ് എനർജിയുടേതാണ് എന്ന് എങ്ങനെ? അത് ഞാനും നമ്മുടെ ജോർജ് മെത്ത് സാറുമാണ് പോയത്. അപ്പോൾ അവിടുത്തെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ആ അച്ഛന് ഇനി ബാക്കി എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവരുടെ മകൾ വിളിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് സാറ് എൻ്റെ അടുത്ത് കേട്ട് വേണോ എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കെന്തോ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു അവസ്ഥ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു സാറേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റീഡ് ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ്, ഈ വീട്ടിൽ അദ്ദേഹം കഴിച്ചതിൻ്റെ ബാക്കി പകുതിയാക്കിയ കുപ്പി ഈ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്, അത് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ആദ്യം തോന്നിയത് സ്മെല്ലാണ് മദ്യത്തിൻ്റെ. അത് ചേട്ടന് മാത്രമാണ്? എനിക്ക് മാത്രമല്ല, പിന്നെ ജോർജ് മെത്ത് സാറിനും അത് സ്മെല്ല് എടുക്കാൻ കഴിഞ്ഞു. കുടുംബാംഗങ്ങൾക്ക് ആ സ്ത്രീക്കും എടുക്കാൻ കഴിഞ്ഞു ആ സ്മെല്ല്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിന് ആവോലി മീൻ വലിയ ഇഷ്ടമാണ്, അത് വാങ്ങിച്ച്
കറി വെച്ച് അദ്ദേഹത്തെ സങ്കല്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് അയാൾക്ക് ആവരിയോ മീൻ അയാൾക്ക് ഏറ്റവും ഫേവറേറ്റ് സാധനമാണ്. എങ്ങനെയാണ് അത് വേണിച്ചേട്ടൻ മനസ്സിലായത്? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ അദ്ദേഹം നമ്മളെ അറിയിക്കുന്നതാണ്, ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് റീഡ് ചെയ്ത് അവരുടെ അടുത്ത് അവതരിപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന വേണിച്ചേട്ടന് ഈ റൂമിനുള്ളിലുള്ള ആത്മാവ് ആരാണെന്ന് സെൻസ് ചെയ്യാൻ പറ്റുമോ? അത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ നമ്മൾ ഈ അന്തരീക്ഷത്തിലിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ മൈൻഡ് കറക്റ്റല്ല ഈ സമയം. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാനുള്ള നമ്മൾ ആ സമയത്ത് നമ്മൾ ആ ഒരു അന്തരീക്ഷമായിട്ട് ലയിച്ച് ചേരുന്ന ഒരവസ്ഥ, ഒരു മെഡിറ്റേഷൻ ഒരവസ്ഥയിലേക്ക് പോയാൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും അത് വിജയമല്ല, അത് വളരെ വെറും ഒരു ഫൂളായിരിക്കും അത് ചെയ്യുന്നത്. നമ്മൾ ഈ പബ്ലിഷ് ചെയ്ത വീഡിയോകളിലെല്ലാം വരുന്ന കമൻറ്റുകളിൽ അനുഭവസ്ഥരായ കുറേ പേര് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. വിമർശിക്കുന്നവർ കുറേ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇതിലൊന്നും പെടാത്തവർ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോവുക. അതിൽ വന്നൊരു കമൻ്റാണ് ഒരാളുടെ അനുഭവം. ഒരു പയ്യനാണ് ആ കമൻറ്റ് ചെയ്യുന്നത്. ആ പയ്യൻ്റെ സഹോദരി ഗർഭിണിയായിരിക്കെ ഭർത്താവിനൊപ്പം ഒരു മലമുകളിലേക്ക് ഒരു യാത്ര. വീട്ടുകാർ പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും ഭാര്യയും ഭർത്താവും കൂടി സ്വാഭാവികമാണ് ഒരു മല കാണാൻ പോകുന്നത്. തിരികെ വന്ന ഈ പെൺകുട്ടിക്ക് കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം സുഖമില്ലാതാവുകയാണ്. മെഡിക്കൽ കോളേജിൽ വരെ പോയി പരിശോധന നടത്തിയിട്ടും കുട്ടിക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളുമില്ല. തളർച്ച, ക്ഷീണം, എഴുന്നേൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഇതാണ് അവസ്ഥ. സുഖപ്രസവം പറഞ്ഞിരുന്ന കുട്ടിയെ സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കുന്നു. തിരികെ വീട്ടിലെത്തിയതിനു ശേഷം ഇവർക്ക് ഈ കുട്ടിയെ നോക്കാൻ താല്പര്യമില്ല, ഈ കുട്ടിയുമായി അങ്ങനെ അടുപ്പം കാണിക്കുന്നില്ല. അവർ കുട്ടിയിൽ നിന്ന് അകത്ത് താമസിക്കുന്നു. വീട്ടുകാർക്ക് പോലും ആ പെൺകുട്ടിയോട് ഒരു ദേഷ്യം തോന്നുന്ന രീതിയിലാണ് പിന്നീട് ആ പെൺകുട്ടിയുടെ പെരുമാറ്റം. അവസാനം അസുഖങ്ങളൊന്നുമില്ല, സ്വാഭാവികമായും അവരൊരു തിരുമേനി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഈ തിരുമേനിയെ കാണാൻ പോലും ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നില്ല. അവസാനം ആ തിരുമേനി ചോദിക്കുകയാണ്, ഗർഭിണിയായിരിക്കുമ്പോൾ ഈ കുട്ടി എവിടെയൊക്കെ സഞ്ചരിച്ചു? അപ്പോൾ ഈ മലയുടെ കാര്യം പറയുന്നു. തിരുമേനി പറയുന്നു, അവിടെ ഒരു ഗർഭിണിയായ പെൺകുട്ടി ആ മലമുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 3 ദിവസങ്ങൾക്കിപ്പുറം തിരുമേനി വീണ്ടും അവിടേക്ക് മടങ്ങി വരുമ്പോൾ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കിടന്നിരുന്ന ആ കുട്ടി പെരുവിരലിൽ ഊന്നി നടക്കുകയും മുഖമൊക്കെ വലിഞ്ഞു മുറുകി മറ്റൊരവസ്ഥയിലേക്ക് പോയി എന്നാണ് അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒരു അനുഭവസ്ഥൻ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഈ പറയുന്ന രീതിയിൽ ആത്മാവ്, പ്രേതം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഈ എനർജികൾ ഒരാളെ ബാധിക്കും. ഈ വളരെ ഡള്ളായിട്ടുള്ള ആൾക്കാരുണ്ട്, മാനസികമായി ഡള്ളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ പെട്ടെന്ന് തന്നെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എനർജികൾ പെട്ടെന്ന് അവരെ സ്വാധീനിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് നമ്മൾ മാനസികമായി തകർന്നിരിക്കുന്ന സാഹചര്യത്തിലാണോ ഇത് ബാധിക്കപ്പെടുക? ഒന്ന് മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയം. അത് മാത്രമല്ല, ചില ആൾക്കാർ എന്ത് കണ്ടാലും പേടിച്ച് പോകുന്നൊരവസ്ഥയുള്ള ആൾക്കാരുണ്ട്. എന്ത് കേട്ടാലും പേടി, ഒരു ഇരുട്ട് കണ്ടാലും പേടിക്കുന്ന ഒരു അവസ്ഥയുള്ള ചില ആൾക്കാരുണ്ട്. ആ ചില ആൾക്കാർ വിജനമായ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഭയം അവർക്ക് തോന്നും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു നെഗറ്റിവിറ്റിയാണ് ആ ഭയത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവരിലേക്ക് പ്രവേശിച്ചെന്ന് വരും. അവരെ മൈൻഡ് അവർ റെഡി ചെയ്തൊന്നും വരാം. കൂട് വിട്ട് കൂട് മാറുമോ? കൂട് വിട്ട് കൂട് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർവമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ മാനസികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ എന്നോടൊപ്പം ഒരു നമ്മുടെ മൈൻഡിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ മാനസികമായി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എനിക്ക് പോകേണ്ടി വരുന്നു. എന്നിലേക്ക് ആ ആത്മാവ് എന്നോടൊപ്പം കൂടുന്നു എന്ന് വെക്കുക. ഞാൻ പിറ്റേ ദിവസം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ഞാൻ മാനസികമായി ഓക്കെ ആവുകയും ചെയ്യും. എന്നോടൊപ്പം താമസിക്കുകയോ ജോലി ചെയ്യുകയോ സഹകരിക്കുകയോ ചെയ്യുന്ന മറ്റൊരാൾ എന്നേക്കാൾ ഡിപ്രഷനിൽ മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ആത്മാവ് എന്നിൽ നിന്നകന്ന് അയാളിലേക്ക് മാറിപ്പോകും. നമുക്ക് എല്ലാവരും മാനസികമായിട്ട് തളരുന്ന എല്ലാവരുടെ ബോഡിയിലും ഇത് പ്രവേശിക്കണമെന്നില്ല. കാരണം ചില ആൾക്കാർക്ക് മാനസികമായിട്ട് അവർ അല്പസ്വല്പം തകർന്നാലും സ്വയം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ കഴിവുള്ളവരുണ്ട്. അങ്ങനെ ഉള്ളവരുടെ ശരീരത്തിൽ പെട്ടെന്നൊരു ഒരു ആത്മാവിൻ്റെ ഒരു എനർജി പ്രവേശിക്കണമെന്നില്ല. എൻ്റെ ഉള്ളിലുള്ള എനർജി ഏതാണെന്ന് ഇതുകൊണ്ട് കണ്ടെത്തും. ഇപ്പോൾ നെഗറ്റീവാണ് നിൽക്കുന്നത്.